ഹായ്, ഐ എം പ്രീതി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മ്യൂസിക്കൽ ഹോം ആണ്. സോ നോർമലി നമ്മൾ വീടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൺവെൻഷണൽ ടൈപ്പ് ഹോം ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത് തന്നെ. അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പാറ്റേൺ എല്ലാം ഡിഫറെന്റ് ആണ് ഇവിടെ. സോ നമ്മൾ ഇപ്പം ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും ഈ വീടിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള മ്യൂസിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളെയാണ്. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഒരാള് ലക്ഷ്മി ആൻഡ് വിഷ്ണു ആണ്. ആർക്കിടെക്ട് ബിഹൈൻഡ് ദിസ് വിനു ഡാനിയൽ. സോ ആളുടെ ഒരു ക്രേസി ആയിട്ടുള്ള തോട്ട്സ് ആണ് ഈ വീടായിട്ട് മാറിയിട്ടുള്ളത്. ആൻഡ് ഡിഫറെന്റ് തോട്ട് വിൽ ലീഡ് ടു സംതിങ് ഇന്നോവേറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ ആള് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് മീറ്റപ്പ് ചെയ്യാനും നമുക്ക് അക്വയർ ചെയ്തെടുക്കാനും കുറെ ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് ദ സെയിം വേ എല്ലാ ഡിഫിക്കൽട്ടീസും ഓവർകം ചെയ്ത് അതിനുള്ള ഔട്ട്കം എന്ന് പറയുന്നതും ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇറ്റ് ഇസ് സോ പ്ലസന്റ്. അപ്പം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അവർ അണ്ടർഗോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോസിൽ കൂടെ കാണാം. സോ ദാറ്റ് ഇറ്റ് വിൽ ഫോം സം മോട്ടിവേഷൻ ഫോർ അസ് ടു മേക്ക് ഇറ്റ് ആസ് അവർ ഇംപ്ലിമെന്റ് ഇൻ അവർ ഹോം ഓൾസോ. ഹായ് വിഷ്ണു, ഹായ് ലക്ഷ്മി. സോ ഇത് ഈ വീടിന്റെ ഒരു എന്താണ് നിങ്ങൾക്ക് ഇങ്ങനൊരു ആശയം തോന്നാനായിട്ടുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറി ബിഹൈൻഡ് ഉണ്ടോ ഇതിന്? ആക്ച്വലി കോവിഡിന്റെ സമയത്ത് ഞങ്ങള് ചെന്നൈയിലായിരുന്നു കോവിഡ് വരെ. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ ഇതേ പ്രിമൈസസിലാണ്. അപ്പോ ഒരു തിരിച്ചുവരവ്, വീട് പണിയാന്നുള്ളത് വളരെ ഒരു വേഗമായിട്ടൊരു ചെറിയൊരു ഐഡിയ ആയിട്ട് മനസ്സിന്റെ എന്താ പറയാ ബാക്കില് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ ക്വാറന്റൈൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലൊരു വളരെ പഴയ വീട്ടില്, അതിങ്ങനെ ഒരു നാലുകെട്ടൊക്കെ ആയിട്ടുള്ള ഒരു പഴയൊരു ഇല്ലം. അപ്പൊ അവിടെ ഒരു 14 ദിവസം താമസിച്ചപ്പോ ഞങ്ങക്ക്, ഞാൻ എസ്പെഷ്യലി ഞാനിവിടെ നാട്ടിൽ ജനിച്ചു വളർന്ന എന്റെ റിലേറ്റീവ് സർക്കിളിലും അങ്ങനത്തെ ധാരാളം വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മി ഇസ് ഫ്രം ചെന്നൈ. ഷീ ഇസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ. ലക്ഷ്മിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പോഴാണ് ശരിക്കും ഡ്രീം ചെയ്ത് തുടങ്ങിയത്, ഒരു വീട് അറ്റ് ദ സെയിം ടൈം അതിങ്ങനെ നേച്ചറുമായിട്ട് ജെല്ലി ചെയ്യുന്ന തരത്തില്. അങ്ങനെ ഒരു വളരെ ചെറിയൊരു പോയിന്റ് ഓഫ് തോട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിങ്ങനെ വലിയ ബിൽഡ് ചെയ്തു. പിന്നെ വി സ്റ്റാർട്ടഡ് റിസർച്ചിങ് ഇറ്റ് ഓൺലൈൻ. അങ്ങനെ മണ്ണ് എന്നുള്ള ഒരു പണ്ട് തുടങ്ങിയ ഒരു ഡ്രീമായിട്ട് മനസ്സിലുണ്ടായിരുന്നു, പണിയുമ്പോൾ ഒരു മണ്ണുകൊണ്ടുള്ളൊരു വീട്. കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ, ഈ ഫീൽഡുകളായിട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിക് എലമെന്റ് എവിടെ കണ്ടാലും ഞങ്ങളത് ഫാസിനേറ്റ് ചെയ്യും, കാരണം ഞങ്ങൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്. അപ്പൊ വീട് പണിയുമ്പോഴും അതില് ആർട്ടിന്റെ അംശമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ എന്താ പറയാ ഇൻസ്പയർ ചെയ്യുക. അപ്പൊ അങ്ങനെ ഏറ്റവും ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാളുടെ വർക്കായിട്ട് തോന്നിയത് വിനു ഡാനിയലിന്റെ വർക്കുകളാണ്. അതെന്ന് പറയുമ്പോ ഒരു പഴയ ഒരു എന്താ പറയാ ഒരു വിന്റേജ് ഫീലുള്ള ഒരു റെട്രോ ഫീലുള്ള വീടുകൾ, അതാണ് നമ്മുടെ മനസ്സിലുണ്ടായത്. പക്ഷെ മോഡേൺ ആക്കി ഇത്രയും ഗ്ലാസും അങ്ങനത്തെ ഗ്ലാസും മണ്ണും ഒക്കെ കൂടി ചേരുന്നതിന് നമുക്ക് അതൊരു പോസിബിലിറ്റി. അങ്ങനത്തെ ചില മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതൊക്കെ. കോസ്റ്റ് വൈസ് ഒക്കെ നോക്കുമ്പോഴും വെരി ഹാപ്പി വെൻ കമ്പയർ ടു കൺവെൻഷൻ. സാധാരണ ഒരു വീടിന് എത്ര ആവും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അങ്ങനെയാണ് ആ ഐഡിയ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മള് വി ക്യാൻ അങ്ങനെ ഒരു കമ്പയർ ചെയ്യാനേ പറ്റാത്ത ഒരു സ്ട്രക്ചർ ആണിത്. കാരണം ഇതിന്റെ മെറ്റീരിയൽസ് ആണെങ്കിലും അതിന്റെ ലേബർ ആണെങ്കിലും ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം പലതിനും സ്കിൽഡ് ലേബറേഴ്സിന്റെ ആവശ്യമുണ്ട്, അവരുടെ റേറ്റ് അധികമാണ്. പിന്നെ അവര് വളരെ സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പണിയല്ല. അപ്പൊ ലേബറിൽ ഒരുപാട് പൈസ പോയി, പക്ഷെ അത് അവോയ്ഡബിൾ അല്ല. മാത്രല്ല ഡ്യൂറേഷൻ ഓഫ് ദ കൺസ്ട്രക്ഷനും നമുക്ക് അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റുന്നതല്ല. ഇടക്ക് കോവിഡിന്റെ കാരണവും കുറച്ച് ഡിലേസ് വന്നു. മഴയത്ത് അത്ര ഈസി ആയിട്ട് പണിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കമ്പാരബിൾ ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ബഡ്ജറ്റ് മനസ്സിലുണ്ടായിരുന്നത് ഇത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഇങ്ങനെ എങ്ങനെയോ പണിയാൻ പറ്റി. പക്ഷെ എന്താ പറയാ, ഐ തിങ്ക് അറ്റ് ദി എൻഡ് വാസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വർത്ത്. നമ്മുടെ എഫേർട്ട് ആയാലും എല്ലാം കഴിഞ്ഞ് വീട് ഇൻ ടോട്ടൽ കാണുമ്പോൾ വി ആർ ഹാപ്പി. ബിക്കോസ് ലൈഫ് ലോങ് നമ്മള് ജീവിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഹോം എന്ന് പറയുന്നത്. ഇത് കെട്ടിടം എന്നുള്ളതിനുപരിയായിട്ട് ഇതിന് നമ്മുടെ ഒരു ഏരിയ ഓഫ് ആക്ടിവിറ്റീസ്, ഞങ്ങളുടെ ഏരിയാസ് ഓഫ് ആക്ടിവിറ്റീസുമായിട്ട് വളരെയധികം ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു വീടാണ്.
അപ്പൊ കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്യും. ഒരു റാദർ ദാൻ എ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ, വി ഫീൽ ദാറ്റ് ഇറ്റ് ഹാസ് എ സോൾ ആൻഡ് ഇറ്റ് ഇൻസ്പയർസ് us. ഇപ്പൊ ഞങ്ങള് പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മന്ത്ലി ഞങ്ങളിവിടെ കോൺസേർട്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കോൺസേർട്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് മാത്രമല്ല, പല ആർട്ട് ഫോംസും ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, ആൻഡ് പ്രൊമോട്ട് ചെയ്യണം. ഞങ്ങൾ തന്നെ കാണാത്ത ആർട്ട് ഫോംസ് പലതും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആക്ച്വലി തുടക്കത്തിൽ അങ്ങനെയൊന്നും ഒരു ഐഡിയയോട് കൂടി അല്ല, ഈവൻ ആർക്കിടെക്ടിനും അങ്ങനത്തെ ഒരു ഐഡിയയിലൊന്നും അല്ല ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി പൂല് വേണം എന്ന് ചോദിച്ചപ്പോ വേണു ഡാനിയൽ ഇവിടെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ട് പരപ്പുറത്തെ ആൾക്കാർക്ക് ഇരുന്ന് ഇവിടെ നടക്കുന്ന ആർട്ട് കാണാം, അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. പിന്നെ അത് എങ്ങനെ വാട്ട് വി വിൽ ഡു വിത്ത് ദിസ് സ്പേസ് ഓർ ദിസ് പോസിബിലിറ്റീസ് എന്താന്ന് അപ്പോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ബട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ഇതിന് ഭയങ്കര ഒരു അപ്പീൽ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി വന്ന് ഈ ഇവന്റ് മാത്രമല്ലല്ലോ, ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇതിന്റെ എക്സ്പീരിയൻസ് ആസ് എ ഹോളിസ്റ്റിക് എക്സ്പീരിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. രാത്രി ഞങ്ങൾ പ്രത്യേകിച്ചും മൂൺ ലൈറ്റ് ഇവന്റ്സ് ആണ്, ഫുൾ മൂൺ ഡേയുടെ അന്ന്. അപ്പൊ ഇവിടെ മൂൺ ഉണ്ടാവും, കാറ്റുണ്ടാവും, ആൾക്കാര് ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്ന് ഇവിടെ നടക്കുന്ന ഇവന്റ്സ് ആർട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു ഭയങ്കര മോട്ടിവേഷൻ ടു കീപ് ഗോയിങ്. ഇപ്പൊ ഈ പ്ലാങ്സ് അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റേജ് പറഞ്ഞത് അപ്പം ഇങ്ങനെ വന്ന് സെറ്റ് ചെയ്യുന്നതാണ്. ഒരു മേക്ക് ഷിഫ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു 16 ഫീറ്റ് ആണ് ടോട്ടൽ ലെങ്ത്. അപ്പൊ അതിൽ 1 ഫീറ്റിന്റെ ഒരു 16 പ്ലാങ്സ് ഇന്റർലോക്ക് ചെയ്ത്, അപ്പൊ അതിന് സ്റ്റീൽ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ റീറ്റെയിനിങ് വാൾ അതുപോലത്തെ ഹെവി സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ല, വാളും വീടും കണക്ട് ചെയ്യുന്ന വാള് റീറ്റെയിനിങ് വാളാണ്. കൂടിന്റെ എല്ലാ ഭിത്തികളും RCC ആണ്. RCC, ഓക്കെ. ബാക്കിയെല്ലാം ഒരു 80% ഓഫ് ദ വാൾസ് ആർ മഡ് വാൾസ്. ഈ ബ്രിക്ക് ബ്ലോക്സ് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല? അത് ബാത്റൂംസിൽ മാത്രം ഒരു ഭിത്തി, ഓരോ ബാത്റൂമിലും ഒരു ഭിത്തി. ഈ പ്ലംബിംഗ് സർവീസസ് വരുന്നതിന് കാരണം ഈ മഡ് വാൾസിൽ നമുക്ക് ഒരുപാട് ഡ്രില്ലിങ്ങും പിന്നെ പാച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മുളച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ ഓരോ എന്താ പറയാ ബാത്റൂംസിലും ഒരു സിമെന്റ് ബ്ലോക്ക് വെച്ചിട്ടുള്ള ഒരു വാൾ മാത്രം. പ്ലാസ്റ്ററിങ് അങ്ങനത്തെ എന്തെങ്കിലും? പ്ലാസ്റ്ററിങ് ഈ ഭിത്തികൾ ചെയ്തിട്ടുണ്ട്. ബട്ട് വീട്ടിനുള്ളില് പ്ലാസ്റ്ററിങ് അത് ഷട്ടേർഡ് ഡെബ്രി വാൾ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കാണ്. അത് വിനു ഡാനിയലിന്റെ പാറ്റന്റ് ഇതാണ്. അപ്പൊ അതിൽ എങ്ങനെയാ ചോദിക്കാ, ഷട്ടറിന്റെ ഉള്ളിലേക്ക് ഇവരുടെ ഒരു മിക്സ്ചർ ഇട്ടിട്ട് കാസ്റ്റ് ചെയ്തിട്ടാണ്. ഫുൾ വാളായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഫുൾ വാള് ഒറ്റ ഇതിലല്ല, 1 മീറ്ററിന്റെ ഹൈറ്റിലുള്ള ഷട്ടേഴ്സ്. അപ്പൊ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അത് പൊളിച്ച് അതിന്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ലൈൻസും ഈവൻ നട്ട് ബോൾട്ടിന്റെയും സ്ക്രൂവിന്റെയും ഇതൊക്കെ ഹോൾസും ഒക്കെ അതൊക്കെ ഇതിനകത്ത് തന്നെ ബ്ലെൻഡ് ആയി വരുന്നുണ്ട്. അതിന്റെ എസ്തെറ്റിക്സിന്റെ ഭാഗമാക്കി ആയി നമ്മളിവിടെ വിചാരിക്കുകയാണ്. അപ്പൊ പിന്നെ അതിനെ നമുക്ക് ആർട്ടായിട്ട് കാണാൻ പറ്റും. അത് ശരിയാണ്. ഇന്റീരിയറിനെ കുറിച്ചിട്ടുള്ള അതാണ് എനിക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടും ഭയങ്കര പെക്യൂലിയർ ആയിട്ട് ഫീൽ ചെയ്തത്. എവിടെയും കണ്ടിട്ടില്ല. കുറെ റൂഫ് ആണെങ്കിലും സൈഡിലാണെങ്കിലും എല്ലാം എക്സ്പോസ്ഡ് ആണ്. അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്? സോ ഈ ഈസ്റ്റ് സൈഡിലെ പാടം നമ്മൾ പറഞ്ഞില്ലേ മുമ്പ്, അപ്പൊ ആ ഒരു വ്യൂ എന്ന് പറയണ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ആർക്കിടെക്റ്റിനും ഞങ്ങൾക്കും. അതെ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ തീരുമാനിച്ചു ഇവിടെ ഒരു ഭിത്തിയെ വേണ്ട എന്നുള്ളത്. അപ്പൊ ഭിത്തി വേണ്ട എന്ന് പറയുമ്പോൾ അതിന് പകരം എന്തെങ്കിലുമൊക്കെ വേണത്. അപ്പോ ആദ്യം ഗ്ലാസ് ഒക്കെ കൺസിഡർ ചെയ്തു. പക്ഷെ ഗ്ലാസ് വരുമ്പോൾ ഈസ്റ്റ് സൈഡും കൂടി ആയതുകൊണ്ട് ഭയങ്കര ചൂട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൾസോ കുറേയും കൂടി പാനലിംഗ് വേണ്ടി വരും ഗ്ലാസ് ആണെങ്കിൽ. സോ ദേ വെന്റ് ഇൻ ഫോർ ദിസ് സെക്യൂരിറ്റി മെഷ്. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഹോങ്കോങ്ങിൽ നിന്നൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്തേക്കണേ. വളരെ ചെറിയ ഹോൾസ് ആണ്. അപ്പൊ നമുക്ക് കൊതുകൊന്നും കിടക്കില്ല. പക്ഷെ എയർ സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യും. നോക്കുമ്പോ ഒരു മെഷ് ഇല്ലാത്ത പോലെ ജസ്റ്റ് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അടുത്ത് വന്നാലേ മെഷ് കാണുള്ളൂ. പിന്നെ ഈ ഒരു 4 ലൈൻസേ ഉള്ളൂ മൊത്തം ഈ ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ.
പിന്നെ ഈ ക്രീപ്പേഴ്സ് ഒക്കെ പിന്നീടാ വന്നത്. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീപ്പേഴ്സ് കുറച്ച് വ്യൂവിനെ തടസ്സപ്പെടുത്തണു എന്നാ അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങൾക്കത് എത്ര പ്രൂൺ ചെയ്യണം അതോ ഇങ്ങനെ തന്നെ വിടണോ ഇതൊന്നും ഞങ്ങൾ ആലോചിച്ചില്ല. ഇതൊക്കെ തന്നെ ഓർഗാനിക് ആയിട്ട് ഫോം. അപ്പൊ ഈ വീടിലത്തെ ഒരു വ്യൂസും ഒരു ഡിസൈനും അതിങ്ങനെ നേച്ചർ തന്നെ തീരുമാനിക്കുകയാണ്. ഇവിടെ പറയണത് സോ സീറ്റിംഗ് ഇപ്പൊ നമ്മൾ ഒരുപാട് ഫർണിച്ചറും കൗച്ചും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്പേസിന്റെ ഒരു വാസ്റ്റ്നെസ് കളഞ്ഞു പോകും. അപ്പോ ആർക്കിടെക്ടിന്റെ തന്നെ അവർക്ക് ടീമുണ്ട്, ഇന്റേൺസ് ആയാലും ആർക്കായാലും ഐഡിയാസ് സജസ്റ്റ് ചെയ്യാം. അങ്ങനെയാന്ന് തോന്നുന്നു. ആരോ സജസ്റ്റ് ചെയ്ത ഐഡിയ ഫ്ലോർ തന്നെ സിങ്ക് ചെയ്ത് ഇവിടെ എന്തായാലും വുഡൻ ഫ്ലോറിംഗ് ആണല്ലോ, അപ്പൊ വുഡിൽ ഇരിക്കാൻ നല്ല സുഖമാണ്. ചൂടായാലും തണുപ്പായാലും വുഡ് നല്ല എപ്പോഴും നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ ഇത് തന്നെ സീറ്റാക്കി കാല് താഴാക്കിയിട്ടാ. അപ്പൊ നമുക്ക് അത്രയും സ്പേസ് സേവ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ബാക്ക് റെസ്റ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അത് എടുത്ത് നമുക്ക് മാറ്റാം. ഇപ്പൊ ഒരു ഗ്രൂവില് ഇരിക്കുകയാണ്. സോ അനങ്ങില്ല, നമ്മൾ ഇരിക്കുമ്പോ അനങ്ങില്ല, പക്ഷെ ലിഫ്റ്റ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഈ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തപ്പോ ഞങ്ങളെ ചോദിച്ചത് ഒരു സിംഗിൾ ഫ്ലോർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. കാരണം എന്തെങ്കിലും ഡാൻസ് വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? അപ്പൊ അവര് കൊണ്ടുവന്ന ഐഡിയാസ് ആണ് ഈ ടേബിൾസ്. ഈ ടേബിൾ ഇപ്പൊ അവിടെയൊക്കെ കാണുന്ന ഡൈനിങ് ടേബിളിൽ ഞങ്ങൾ ചെയർസ് ആയിട്ട് ഇട്ടിരിക്കുന്ന ടേബിൾസ് ഒക്കെ ഇവിടെ ഇട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ടോട്ടലി 9 ടേബിൾസ് ആണ്. ഒരെണ്ണം സ്ക്വയറും ബാക്കിയൊക്കെ റെക്ടാംഗിൾസ് ആണ്. ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ഫ്ലോർ ആയി. വാൾസ് എല്ലാം നോർമൽ ഇതാണോ മഡാണോ? മഡ് വാൾസ് ആണ്. പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ല, റഫ് ഫിനിഷ് കാണാൻ. ഷട്ടർ മാറ്റുമ്പോ എങ്ങനെയുണ്ടോ അതാണ്. ഓക്കെ. ഈ റൂഫിന് ഇത് പക്ഷെ സാധാരണ റൂഫല്ല, ഇത് ഫോൾ സീലിംഗിന്റെ പാറ്റേൺ. സീലിംഗ് ആണ്. റൂഫ് സാധാരണ റൂഫ് സ്ട്രക്ചർ ഈ ഓടിട്ട വീടുകളിൽ സാധാരണ എന്താ സ്റ്റീലിന്റെ സെക്ഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇതിന്റെ മുകളിലാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്ലാസ് പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പം അത് ലൈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, സ്കൈലൈറ്റ് ഹെൽപ്പ് ചെയ്യും. സോ സ്കൈലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വളരെ തിക്കായിട്ടുള്ള ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് പോകില്ല. സോ ഇതൊരു ഫാബ്രിക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പോലി ജൂട്ട് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ഒരുപാട് വെയിലായിട്ട് വരില്ല, കുറച്ചൊന്നും എന്നാ ഇവിടെയും ഇതിപ്പം എന്തായിട്ടാ യൂസ് ചെയ്യുന്ന മുകളിൽ? അതൊരു സ്റ്റുഡിയോ ആണ്. ഞങ്ങൾക്ക് സൗണ്ട് പ്രൂഫ് ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് റെക്കോർഡിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഓഫ് കോഴ്സ് വർക്ക് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാം. അതിന്റെ ഇവിടെ ബീമാണോ ഇത് പോയിട്ടുള്ള? ഇതൊരു കാൻഡിലിവർ ബീമുണ്ട്. അപ്പം ഈ ഭാഗത്ത് മാത്രമേ ഒരു സ്ലാബ് ഉള്ളൂ. ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് സ്ലാബ് വെച്ചിട്ടാ. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാന്റിലിവർ ബീം വെച്ചിട്ടാണ് ഈ ട്രയാങ്കിൾ സ്പേസ് ഫുള്ള്. അതാണ് ഇപ്പൊ ഈ കാണുന്ന ട്രയാങ്കിൾ ആണ് സ്റ്റുഡിയോ. അതിന്റെ അപ്പുറത്തെ ഒരു ബെഡ്റൂം ഉണ്ട്. അവിടെ ബെഡ്റൂമും ഉണ്ട് മുകളിൽ. അപ്പൊ 2 ബെഡ്റൂം താഴെ കോർണേഴ്സിലും പിന്നെ മുകളിൽ ഒരു ബെഡ്റൂം ആൻഡ് ഒരു സ്റ്റുഡിയോ. ഓക്കെ. അപ്പം റൂഫും ഇതേ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും മുകളിൽ? സെപ്പറേഷൻ സെയിം തന്നെ. ഈ ബെഡ്റൂമിലും മറ്റേ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഗ്ലാസ് ഗ്രില്ല. ഇത് ഇതാണ് ഓപ്പണബിൾ. അത് ഓപ്പണബിൾ ആണ്. ഇത് നമ്മളിപ്പോ ഒരു കാന്റിലിവർ സ്ലാബിലാണ് നിൽക്കുന്നത്, ഒരു കുളത്തിന്റെ മുകളിലാണ്. ഈ കുളമാണ് ഞാൻ പറഞ്ഞത്, മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. ഈ കുളമാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷന്റെ ഭാഗമാക്കാൻ പറ്റുമോ. മഴക്കാലത്ത് നല്ല ബ്ലൂ വാട്ടർ ആയിട്ട്. ഇതിപ്പോ ഞങ്ങൾ ഈ കൺസ്ട്രക്ഷനോട് കൂടി ഇത് സൈഡൊക്കെ അങ്ങനെ ഞങ്ങക്ക് എല്ലാം കഴിഞ്ഞപ്പോ ഒരു പൂജയ്ക്ക് ഒരു സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. അത് നോക്കിയപ്പോ ഈസ്റ്റ് ഫേസിങ്ങും വേണമല്ലോ, എന്തെങ്കിലും ചെറിയ സ്പേസ് വേണം എന്ന് പറഞ്ഞപ്പോ അവരെ ഈ ഒരു അത്ര എല്ലാ കോർണേഴ്സും ഫാബ്രിക് സെയിം ഫാബ്രിക് ആണ് സീലിംഗിലുള്ള. ഇതാണ് ഇപ്പൊ തൊട്ട് കഴിഞ്ഞാൽ അറിയാം ഈ എന്താണ് ഫാബ്രിക് എന്നുള്ളത്. ഇതിന്റെ ഉള്ളില് റോക്ക് വൂൾസ് ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ഒക്കെ വാക്യൂം ഫിൽഡ്. DGU എന്ന് പറഞ്ഞ
2 ഗ്ലാസ് പാനലിന്റെ ഉള്ളില് വാക്യൂം. ഇത് മ്യൂസിക് റെക്കോർഡ് ചെയ്യാനും റെക്കോർഡിംഗ് പിന്നെ യൂഷ്വൽ ഒരു ഓഫീസ് റൂം പോലെ യൂസ് ചെയ്യാം. ഇതിന് വേറെ ഈ ട്രസ്സൊക്കെ ഇതിന്റെ ഒരു പാർട്ടായിട്ടാണോ അല്ല ഇത് നമുക്ക് താഴത്തുനിന്ന് നോക്കി അറിയാം, ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. സ്റ്റീൽ റാഫ്റ്റർ ആണ് അത് ആക്ച്വലി. തിക്ക് ആയിട്ടുള്ള ഒരു റാഫ്റ്റർ മിഡലിൽ പോണത് നമ്മള് മുകളിൽ വരെ കവർ ചെയ്ത് അപ്പെക്സ് വരെ പോയിട്ടുണ്ടല്ലോ, അതൊരു പ്ലൈവുഡില് കവർ ചെയ്തിട്ടുണ്ട് മാത്രമേ. ഇനി ഈ സ്ട്രക്ചറും അഗെയിൻ ആ ഒരു റാഫ്റ്ററിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിട്ട് സ്റ്റീലാണ് കവേർഡ് ബൈ പ്ലൈ. ഇത് ഞങ്ങള് കാട്ടിൽ ഫോറസ്റ്റിന്റെ വുഡ് ഓപ്ഷൻ ചെയ്തെടുത്ത, ഫോറസ്റ്റിന്റെ പോൾസ് അവര് ലോട്ടായിട്ട് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അപ്പൊ പ്ലാങ്സ് ഒക്കെ ആക്കി അത് സോ ചെയ്ത് പ്ലെയിൻ ചെയ്ത് പ്ലാങ്സ് ആക്കി. ഞങ്ങൾക്കിപ്പോ ഒരു മില്ലിലാവുന്നതിന്റെ ഒരു 1/10 ഒക്കെ ആയിട്ടുള്ളൂ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ. തേക്കാണല്ലോ, തേക്ക് പ്ലാങ്സ് ആയിട്ട് മേടിക്കണമെങ്കിൽ ഭയങ്കര ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന തേക്ക് എല്ലാം അടക്കം സോയിങ് പ്ലെയിനിങ് എല്ലാം അടക്കം ലേബർ അല്ല, പ്ലാങ്സ് ആക്കിയിട്ട് വിരിക്കാവുന്ന പ്ലാങ്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഒരു 2.5 lakhs അടുത്തായിട്ടുള്ളൂ ഈ കാണുന്ന. എല്ലാം കഴിഞ്ഞ ഫിനിഷ്ഡ്. അപ്പം താങ്ക് യു ലക്ഷ്മി, താങ്ക് യു വിഷ്ണു. സോ ബിക്കോസ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഹോം. അത് ശരിക്കും ഞങ്ങളുടെ ഐഡിയനുസരിച്ച് തന്നെ കുറെ ഇൻപുട്സ് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. സോ ഞങ്ങളുടെ ഒരു മോട്ടീവും അത് തന്നെയായിരുന്നു. സോ മെനി തിങ്സ് എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞതും ഡിഫറെന്റ് ആയിരുന്നു. ആൻഡ് അറ്റ്ലീസ്റ്റ് ഒരു ടിപ്പെങ്കിലും ഒരാൾ ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ്. സോ വെരി മച്ച് താങ്ക് യു. അപ്പം ഇത്രയും സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് വെരി 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 മച്ച് താങ്ക് യു. Keep continuing. Yeah, sure. Thank you, Vishnu.